ജമ്മുകശ്മീർ കത്വയിൽ സുരക്ഷാ സേനയുടെ തിരച്ചിൽ നടക്കുകയാണ്. പഹൽഗാം ആക്രമണത്തിൽ പങ്കെടുത്ത ഭീകരരെ മേഖലയിൽ കണ്ടതായി പ്രദേശവാസിയായ സ്ത്രീ നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോഴത്തെ തിരച്ചിൽ നടക്കുന്നതെന്നാണ് അറിയാൻ കഴിയുന്നത്. വിനീത വി ജി ഡൽഹിയിൽ നിന്ന് അതിന്റെ കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. വിനീത, ഇപ്പോഴത്തെ തിരച്ചിൽ അത് എവിടെയാണ്, ഏത് മേഖലയിലാണ്? ഒപ്പം തന്നെ ഈ സ്ത്രീ നൽകിയത് സുപ്രധാന വിവരമാണ്. വിവരങ്ങൾ പറയൂ. പ്രജൻ, ജമ്മു കാശ്മീരിലെ കത്വയിലാണ് ഇപ്പോൾ തിരച്ചിൽ നടക്കുന്നത്. ജമ്മു കാശ്മീർ പോലീസിന്റെ പ്രത്യേക സംഘം എത്തിയാണ് ഈ മേഖലയിൽ തിരച്ചിൽ ആരംഭിച്ചിരിക്കുന്നത്. ഇപ്പോൾ അവിടെ തിരച്ചിൽ തുടരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ പഹൽഗാം ഭീകരാക്രമണം നടത്തിയ 4 പേരെ ആ മേഖലയിൽ കണ്ടതായി പ്രദേശവാസിയായ ഒരു സ്ത്രീ മൊഴി നൽകിയിട്ടുണ്ടായിരുന്നു. ഇവരുടെ ഈ മൊഴിയുടെ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് അവിടെ എത്തുകയും ഇപ്പോൾ സംയുക്ത സൈന്യം അവിടെ വലിയ രീതിയിൽ തിരച്ചിൽ നടത്തുകയും ചെയ്യുന്നുണ്ട്. ഇവർ ഈ മേഖലയിൽ ഈ 4 പേരെ കണ്ടെത്തിയതായാണ് ഇവർ വിവരം നൽകിയിരിക്കുന്നത്. ഇവരുടെ മൊഴിയുടെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ അവിടെ സുരക്ഷാ സൈന്യം തിരച്ചിൽ നടത്തുന്നത്. വിവിധ മേഖലകളിലൊക്കെയായി ഇതിനോടകം തന്നെ ഈ ഭീകരർക്കായി തിരച്ചിൽ അന്വേഷണ സംഘം നടത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ മറ്റു മേഖലകളിൽ തിരച്ചിൽ പുരോഗമിക്കുന്നതിനിടെയാണ് ഈ ഭീകരാക്രമണത്തിൽ പങ്കെടുത്ത 4 പേർ ഈ മേഖലയിലുള്ളതായി തനിക്കൊരു സംശയമുണ്ട് എന്ന് സ്ത്രീ പറയുന്നത്. ഇവർ ഈ ജമ്മു കാശ്മീർ പോലീസിനെയാണ് ഇവർ വിവരം കൈമാറിയത്. തുടർന്ന് ആദ്യഘട്ടത്തിൽ പോലീസ് അവിടെ എത്തുകയും പിന്നാലെ പോലീസിന്റെ പ്രത്യേക അന്വേഷണ സംഘം ആ മേഖലയിൽ എത്തുകയും ചെയ്തിരുന്നു. തുടർന്ന് ഇപ്പോൾ ആ മേഖലയിൽ തിരച്ചിൽ പുരോഗമിക്കുകയാണ്. വിനീത ഉള്ളത് എവിടെയാണ്? അവിടെ വലിയ ബഹളമാണല്ലോ പിറകിൽ. എന്താണ് സംഭവം? പ്രജൽ, ഞാനിപ്പോൾ നിൽക്കുന്നത് ഡൽഹിയിലെ AICC ആസ്ഥാനത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത് പോലെ തന്നെ ഈ ഭീകരതയ്ക്കെതിരെയുള്ള വലിയ പ്രതിഷേധം ഇവിടെ നടക്കുകയാണ്. മെഴുകുതിരി തെളിയിച്ചുകൊണ്ട് അവർ പ്രതിഷേധിക്കുകയാണ്. ഒപ്പം തന്നെ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടവർക്ക് അവർ അനുശോചനവും അറിയിക്കുന്നുണ്ട്. ഇത്തരത്തിലേക്കുള്ള വലിയ പ്രതിഷേധവുമായി അവർ മുന്നോട്ട് പോകുകയാണ്. जो कश्मीर के अंदर जो ये दर्दनाक हमला हुआ है, हम इसका कंडम करते हैं, मजम्मत करते हैं और कांग्रेस पार्टी देश के साथ खड़ी है, सरकार के साथ खड़ी है। बस सरकार से इतना सवाल पूछना चाहते हैं कि इतनी बड़ी चूक कैसे हो गई जो हमारे भारतीय 26 आदमी शहीद हो गए। इस चीज़ का बहुत दुख है। ये नुकसान पूरा तो नहीं हो सकता, लेकिन हम जो लोग इस दुनिया से चले गए हैं या जिन पे हमला हुआ है, हम उनके साथ खड़े हैं। हाँ, ये बड़ा प्रोटेस्ट है। हम प्रोटेस्ट भी करेंगे और हम प्रदर्शन भी कर रहे हैं। हम सरकार से अपील भी कर रहे हैं कि पाकिस्तान पे तुरंत हमला किया जाए, पाकिस्तान पे तुरंत हमला किया जाए और जो भी इनका जो एयरपोर्ट है या ഭീകരതയ്ക്കെതിരെ ശക്തമായിട്ടുള്ള നടപടി വേണമെന്നുള്ളത് തന്നെയാണ് അവർ പറയുന്നത്. ഇതിനെതിരെ കോൺഗ്രസ് ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകുമെന്നും പറയുന്നുണ്ട്. ഇന്നലെ സർവകക്ഷി യോഗത്തിലൊക്കെ തന്നെ ഭീകരതയ്ക്കെതിരെയുള്ള കേന്ദ്ര സർക്കാരിന്റെ നടപടികളോട് തങ്ങൾ പൂർണ്ണ പിന്തുണയുമായി മുന്നോട്ട് പോകുമെന്ന് കോൺഗ്രസ് നേതാക്കൾ അറിയിച്ചിട്ടുണ്ടായിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇത്തരത്തിലേക്കുള്ള കോൺഗ്രസിന്റെ മെഴുകുതിരി തെളിയിച്ചുകൊണ്ടുള്ള അവരുടെ മാർച്ച് AICC ആസ്ഥാനത്ത് ആരംഭിച്ചിരിക്കുന്നത്. വിനീത വി ജി ആണ് ഡൽഹിയിൽ നിന്നും വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.